അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നുമില്ലായിരുന്നു, ഭയങ്കര തിരക്കിൻ്റെ, അതായത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് ഇവന് വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടിയായിരുന്നു, നമ്മുടെ അരവിന്ദിന് വേണ്ടി. നമ്മുടെ മക്കു, അതായത് ജോബിൻ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മളിപ്പം വണ്ടി എടുക്കാൻ വേണ്ടി വന്ന് എവിടെ എത്തി? ബത്തേരി കഴിഞ്ഞ് ഒരുപാട് മുമ്പോട്ട് വന്നു അല്ലേ? അപ്പം കുടുക്കി എന്ന് പറയുന്ന സ്ഥലം മൊത്തം കുടുങ്ങിയിട്ടാണുള്ളത്, നിങ്ങൾ കണ്ടോ? അതായത് ഒരു കാടിൻ്റെ ഉള്ളിലെത്തി, സംഭവം കാടിൻ്റെ ഉള്ളിലെത്തി. എങ്ങനെ പോകേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മാപ്പിൽ തന്നെ കാണിക്കുന്നു. ഗൈസ്, ഇത് ഭയങ്കര റിസ്ക് പിടിച്ച, അതായത് ഇവിടെ യൂക്കാലി മരങ്ങളാ അല്ലേ? മൊത്തം നല്ല വൈബ് സ്ഥലമാണ് സംഭവം. ഫസ്റ്റ് കയറിയിട്ടില്ലെങ്കിൽ ഗൈസ്, ഇത് ഏതോ തമിഴ്നാടിന്റെ പ്രാന്തമായ പ്രദേശം പോലെ ഉണ്ട്. തമിഴ്നാടല്ലേ? കർണാടകയാണോ? അല്ല, തമിഴ്നാടല്ലേ? ഓ ഗൈസ്, ശരിക്കും എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. മല കയറി ഇറങ്ങുന്ന വണ്ടി. നമ്മൾ വണ്ടീന്റെ സ്പോട്ട് എത്തിട്ടോ. അതായത് ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അടിപൊളി സ്പോട്ടാണ്. വണ്ടി നടുറോട്ടിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നോക്കിയോ, ഇതാണ് സ്ഥലം. ഇതാ അതാണ് അവൻ കാണുന്നത്. ഇതാ അതാണ് വണ്ടി കേട്ടോ. വണ്ടി എടുത്ത് താഴോട്ട് വരികയാണ്. നല്ല അടിപൊളി പ്ലേസ് ആട്ടോ. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ആകെ ഇത് അടിപൊളി സാധനമാണ്. ഇത് ഞാൻ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടായതാണ്, പക്ഷെ ഇത് ഞാൻ യൂസിങ് കുറവാണ്. ചെറുതിനെല്ലാം അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ സുനില് അവള് ഞാൻ ഒന്നിച്ചാ. അപ്പൊ നീ പഠിച്ചതല്ല, ഞാനും ഇപ്പൊ ഒപ്പരം വണ്ടി പോകുന്നത്. കേബിളിന്റെ പ്രശ്നം അത് എന്താണെന്ന് അറിയില്ല. അതിന്റെ പ്രൊഫഷണലാണല്ലോ അമലേട്ടൻ. പൾസറാണല്ലോ പണിയെടുക്കുള്ളൂ. ഒപ്പരോട് ചോദിച്ചാൽ മതി. അവന്റെ അടുത്ത് കേട്ടാറുണ്ടോ? അമലിന്റെ അടുത്ത് കുറെ നേരത്തെ എന്താ പറയാ, പ്രസംഗത്തിനും സംസാരത്തിനും ശേഷം ഞങ്ങൾ വണ്ടി എടുത്തു കേട്ടോ. വണ്ടിയുടെ ഓണർ, ഓൾഡ് ഓണർ, എന്താ പുതിയ ഓണർ. വേണേ വീടെത്തണമെങ്കിലേ ഇനി തഗ്ഗായിരിക്കും. നോക്കട്ടെ, നീ പരിപാടി നടക്കട്ടെ. ഒരുപാട് സമയം എടുത്തു. അപ്പം വണ്ടീൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വണ്ടിയൊക്കെ അവൻ മേടിച്ചു കേട്ടോ. ഇനി നാളെ മുതൽ ഞാൻ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാനാണ്. എന്താ പറയുക, ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത്. അങ്ങനെ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇതാ വണ്ടി ഉണ്ട്, അവരവിടെ ഉണ്ട്. നമ്മൾ വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. Continue on Sultan Bathari Road for 7 kilometers. ഫോർ ഇൻഡിക്കേറ്റർ ആണ് ഉദ്ദേശിച്ചത്. ഇൻഡിക്കേറ്റർ ഇട്ട് പോണം. നീ എന്തിനാടാ ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നത്? അപ്പൊ ഗൈസ്, ഞങ്ങൾ വണ്ടി എടുത്തിരിക്കുന്നു നേരെ വീട് പിടിക്കാൻ. അമ്മേന്റെ ചേച്ചിന്റെ വഴക്ക് വെക്കാൻ സമയമെടുത്തു. എന്താ പറയാ, കുറച്ചേരം സംസാരിച്ചു നിന്നല്ലേ, അങ്ങനെ ടൈം പോയി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ബത്തേരി ചീരാളി ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ബത്തേരി പോയി. അപ്പൊ 7 കിലോമീറ്റർ ഉള്ളിലാണ്, അകലെയാണ് നമ്മൾ ബത്തേരിന്റെ ഉള്ളിൽ. ഏകദേശം തമിഴ്നാട് ബോർഡറിന്റെ അടുത്താട്ടോ നമ്മൾ പോയത്. കാരണം അങ്ങോട്ട് പോയപ്പോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ ബത്തേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാടുമായിരുന്നു ചേട്ടാ സൈഡില്, നല്ല കാടുമായിരുന്നു. വണ്ടി എടുത്തോട്ട് ചേട്ടായി പറഞ്ഞ കേട്ടോ, ഇന്നലെയും കൂടെ ആനയും പുലിയും കണ്ടതുള്ളൂ. ആ ശരിയാ. അതായത് നമ്മള് ഇപ്പൊ പോയ സ്ഥലല്ലേ, പോയ സ്ഥലത്ത് ആനയും എന്താ പറയാ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിട്ടോ. അതാണ് അവിടെ നമ്മൾ ചെന്നപ്പോ കണ്ട ആ യൂക്കാലി മരങ്ങളിലൊക്കെ ചോട്ടില് ഫോറസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ തമിഴ്നാട് ബോർഡറിന്റെ ഫോറസ്റ്റ്. അതായത് നമ്മുടെ കേരളം ബത്തേരി കഴിഞ്ഞിട്ട് കേരള ചീരാളി ആ ഏരിയ കഴിഞ്ഞിട്ട്
പിന്നെ ഉള്ളത് തമിഴ്നാടാണ്. അപ്പൊ അതിന്റെ ബോർഡറിൽ പോയപ്പോൾ അവിടെ മൊത്തം ഫോറസ്റ്റ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഇതാണ് കേട്ടോ. എന്താ പറയാ, നമുക്ക് കാണാൻ പറ്റിയത് വണ്ടി നമ്മൾ ഏകദേശം ചെറിയൊരു എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയ്ക്ക് നമുക്ക് കിട്ടി. പിന്നെ വണ്ടീന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ഇന്ന് വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോൾ നമുക്ക് അറിയാം. പക്ഷെ എന്താ പറയാ, നമ്മുടെ അരവിന്ദിന്റെ അളിയന്റെ ഫ്രണ്ടാട്ടോ ഈ പറയുന്ന നമ്മുടെ പുള്ളിയുടെ പേരെന്തായിരുന്നടാ? അജു. ഇതല്ല, വണ്ടീന്റെ ആളുടെ പേര് മറന്നുപോയി. വണ്ടീന്റെ ഓണർ, അതായത് ഇപ്പത്തെ ഓണർ അരവിന്ദാണ്. ഓണർഷിപ്പ് മാറിയിട്ടില്ല, നാളെ മാറും. അപ്പൊ അങ്ങനത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം 220 എന്ന് പറയുന്നത് അവന്റെ വർഷങ്ങൾക്കായിട്ടുള്ള അവന്റെ ആഗ്രഹമാണ്. എന്താ പറയാ, ആദ്യമേ ഞങ്ങൾ പോയെടുത്തൊരു പൾസറാണ്. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ അതിന് നല്ല പണി ഉണ്ടായിരുന്നു, നല്ല പണി എടുപ്പിക്കേണ്ടി വന്നു. അങ്ങനെ കുറെ പൈസ അവന്റെ പോയി. അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളിപ്പോൾ സെക്കൻഡ് വേറൊരു വണ്ടി 220 എടുക്കുന്നത്. അപ്പോൾ ഈ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ 220 യാത്ര ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ വീഡിയോസൊക്കെ ചിലപ്പോൾ ഞങ്ങൾ കുന്നുമലയൊക്കെ ഇനി കയറാൻ പോകുന്നത് ചിലപ്പോൾ 220 അവനിപ്പോൾ ജോലിക്ക് പോകണമെന്നുള്ള ഐഡിയ അല്ലെ ആ ആശയത്തിലാണ് അവൻ വണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ അവനെ കണ്ടറിയാം. ചിലപ്പം ജോലിയൊക്കെ തേടി നമ്മളൊക്കെ വിട്ടിട്ട് ജോലിയൊക്കെ എടുത്ത് പോകും. ചിലപ്പോൾ നമ്മുടെ കൂടെ കാണും. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരു സുഖമില്ലാത്ത ഒരു ചനുണ്ട്. എന്ത് പറഞ്ഞാലും സുഖമില്ലാന്നാ പറയാ. പ്രത്യേകിച്ച് ഒരു ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. കാരണം എന്നെ പിടിച്ച് തല്ലിക്കഴിഞ്ഞാൽ ഞാൻ വീഴും. അപ്പൊ ഞാൻ സുഖമില്ലാത്തവരാണ്. ആ ഏരിയയിൽ നിൽക്കുന്ന റേഞ്ച് സാധനമാണ് മക്കു നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഏകദേശം ബത്തേരി എത്താനായിട്ടോ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അരവിന്ദ് ബേക്കിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അരവിന്ദ് ബേക്കിലുണ്ട്. അവന്റെ ഇൻഡിക്കേറ്റർ കണ്ടാലേ നമുക്ക് തിരിയും. അതായത് ഇൻഡിക്കേറ്റർ നീല വെട്ടുന്നില്ലേ. അപ്പൊ അരവിന്ദ് അങ്ങനെ പുറകെ. അപ്പോ നോക്ക്, നമ്മള് തമിഴ്നാടിന്റെ ബോർഡർ കഴിഞ്ഞ് നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ കാണിക്കുന്നത്? 40 കിലോമീറ്റർ. 40 കിലോമീറ്ററോളം നമ്മൾ വീടിന്റെ അടുത്തുനിന്ന് 40 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും ബത്തേരി വരിക, ബത്തേരി വന്ന് വണ്ടി കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോണ പരിപാടി. ആദ്യമായിട്ടാണ് എന്താ പറയാ വണ്ടിയുടെ അടുത്ത ഒരാൾ പോകുന്നത്. അത് എന്താ പറയാ അരവിന്ദിന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്നതിന്റെ കൂട്ടുകാരനാണ്. അതായത് അജു, നമ്മുടെയൊക്കെ ചങ്ക് അജുവിന്റെ കൂട്ടുകാരനാണ് ഇവൻ. അവിടെ നിന്ന് കോൾ ചെയ്തപ്പോഴാട്ടോ അത് മനസ്സിലായത്. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഞാൻ ലേറ്റായി. വീട്ടിൽ അമ്മച്ചിയില്ല, നമ്മുടെ കുഞ്ഞോണിയും കുഞ്ഞൂസൊക്കെ ഒറ്റയ്ക്കാണ്. ഞാൻ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വീട്ടിലേക്ക് ആക്കണം. പിന്നെ നമ്മുടെ മക്കുവിനെ കൊണ്ട് വീട്ടിൽ സേഫ് ആയിട്ട് എത്തിക്കണം. അങ്ങനെ 2 ഡബിൾ ഡ്യൂട്ടി ആട്ടോ എനിക്കുള്ളത്. അപ്പം അത് കഴിഞ്ഞ് നമ്മള് ചായ കുടിക്കണം. അരവിന്ദിന് ഒരു ചായ മേടിച്ചു കൊടുക്കണം എന്തായാലും. അത് മേടിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് എന്താ പറയാ പോവാൻ. ശരിക്കും പറഞ്ഞാൽ അരവിന്ദ് വണ്ടി എടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എനിക്കാണ്. കാരണം ഒന്നുമില്ല, സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരു ചെക്കനാണ്. എന്താ പറയാ നമ്മുടെ കൂടെ കൂടിയിട്ട് സീറോയിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ തുടങ്ങിയതാണ്. ആദ്യം ഒരു വണ്ടി എന്നൊരു സ്വപ്നം അവന് ഞാൻ ആദ്യമേ ചെയ്തു കൊടുത്താണ്. പക്ഷേ അവന് ആ വണ്ടി എന്താ പറയാ വർക്കത്തായില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയി. വണ്ടി കൊടുത്തൊഴിവാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയൊരു എന്താ പറയാ വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ ചിലപ്പം ഇതിലായിരിക്കും അവരുടെ രാശി. ഒരുപാട് സ്നേഹിച്ച ഒരു ചെക്കനും ഒരു ഭാര്യയും ഭർത്താവും. ചെറിയ പ്രായമുള്ളൂ, യങ്സ്റ്റേഴ്സാണ്, ചെറിയൊരു കൊച്ചുണ്ട്. അപ്പൊ അവരുടെ വണ്ടി എടുത്ത് വരുമ്പോൾ അവർക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ആ വണ്ടി സേഫായിട്ട് നല്ല വൃത്തിക്ക് നോക്കുന്നതാണ്. വണ്ടി ഞങ്ങൾ എപ്പോഴും എന്താ പറയാ നമ്മൾ ദാസനഗര കാണിക്കില്ലേ, ദാസനഗര ഞങ്ങൾ ഉണ്ടായി. ഞങ്ങളെ വണ്ടി ദാസനഗര എപ്പോഴും കാണും. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കറി വെക്കാനുള്ളൊക്കെ മേടിച്ച് അതൊക്കെ വണ്ടിയിൽ പുറകിലുണ്ട്. തേങ്ങ അടക്കമുണ്ട്. ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് വീടെത്തണം. നോക്ക്, ഒരു ലോറി നിൽക്ക് നോക്ക്. ലോഡ് ഇറക്കുന്ന കണ്ടിട്ട് മുമ്പ് അവര് വലിയ ലോഡ് ഇറക്കുന്ന അടിപൊളി നല്ലൊരു കാഴ്ച. അവിടെ എന്തോ വേറെ പണി നടക്കുന്ന സ്ഥലമാണ് അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. മക്കുവിന് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മക്കുവിന് സുഖമില്ല ആ കേസില്ല. നമ്മുടെ മക്കുവിന്റെ ഒരു ഇന്ന് മക്കുവിനെ കൂട്ടി എന്താ പറയാ ബത്തേരി വന്നപ്പോ മക്കുവിന്റെ ഒരു പഴയ ഒരു കാമുകിനെ കണ്ട്. കാമുകിന്ന് പറയണ്ട, കാമുകിന്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. കാമുകിന്റെ കല്യാണം കഴിഞ്ഞു. പാവം കാമുകിന്റെ ഭർത്താവ് മരിച്ചുപോയി എന്തോ ആക്സിഡന്റില്. അപ്പം എന്താന്നറിയില്ല, ഞങ്ങൾ അവിടെ കേറിയിട്ട് വണ്ടി കയറി, കുഴപ്പമില്ല. നമ്മളിപ്പോ ഇട്ടേക്കണ ഒരു ഇതുണ്ട് റീൽസ്, ആ പള്ളി ബത്തേരിയില് അസംഷൻ ചർച്ചിൽ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോ കാണാൻ പറ്റും. പക്ഷെ മക്കുവിന് നേരിട്ട് കാണാൻ ഭയങ്കര ഫീലുണ്ടായിരുന്നു. കുഴപ്പമില്ലല്ലോടാ, അവള് ഹാപ്പി ആണെന്ന് തോന്നുന്നു അല്ലേ?
കണ്ടിട്ട് സെൽഫി ഒക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി മൂഡിലാണ് പോയത്. അവള് ഹാപ്പി ആവട്ടെ, അതുപോലെ മക്കുവിന്റെ ലൈഫും മക്കു ഹാപ്പി ആവൂലേ? പിന്നല്ല, ഹാപ്പിയൊക്കെ നിറഞ്ഞു കിടക്കുക. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. ദിവസമായിട്ട് ഇത്ര നേരമൊക്കെ വർത്താനം പറയാനുള്ള കപ്പാസിറ്റി എനിക്കുള്ളൂ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഇനി പോയിട്ട് ഏതെങ്കിലും ഒരു അടിപൊളി ചായക്കടയിൽ നിർത്തണം. ഒരു ചായ കുടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്കി വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ചില വണ്ടിക്കാരുണ്ട്, കാരണം അവന്മാരുടെയാണ് റോഡ് എന്ന് വിചാരം. നമ്മളെ കഴിഞ്ഞ് വലിയ സൈസുള്ള വണ്ടികളായിരിക്കും, പക്ഷെ എന്താ പറയാ, അവന്മാർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അവര് എന്താ പറയാ ഉമ്മയൊക്കെ തരുന്ന പോലെയൊക്കെ അടിപ്പിച്ച് പിടിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെയാണ് കേട്ടോ എന്താ പറയാ, ബത്തേരിയിലെ നല്ല വയനാട്ടിലെ ഏറ്റവും വലിയ ചർച്ച് എന്നറിയപ്പെടുന്ന ചർച്ചിന്റെ ഗോപുരാണ് ആ കാണുന്നത്. അതിന്റെ മുകളിലത്തെ കുരിശാണ് കേട്ടോ ആ കാണുന്നത്. ഇതാ ഈ കാണുന്നതാണ് ആ ഗോപുരം. പിന്നെ കണ്ടോ, ഇതാണ് ആ ചർച്ച്, ഇതാണ് ആ ഗോപുരം കാണുന്നത് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ പള്ളി എന്ന് പറയാം. അപ്പൊ വേറെന്താ, നമ്മളപ്പോ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഗൈസ്, നമ്മളപ്പോ ചീരാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ ഓടിച്ച് ഒരു 10 അരമണിക്കൂർ എടുത്തു ഏകദേശം. അവിടെ നമ്മളിങ്ങനെ തിരിച്ച് ബത്തേരി എത്തിട്ടോ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ബത്തേരി, ഇതാണ് കേട്ടോ ഞങ്ങളുടെ വയനാടിലെ ഏറ്റവും വൃത്തിയായ സ്ഥലം. കേരളത്തിലല്ലേ? അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ മാലിന്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഒന്ന് പുറത്തിറങ്ങി ഒരു കടലാസ് കഷ്ണം നിലത്തിട്ടാല് ഫൈനാണ് കേട്ടോ. അമ്മാരി ക്ലീനായി നീറ്റ് ആൻഡ് ക്ലീൻ ടൗൺ എന്ന് പറയണത് ബത്തേരിയാണ്. ആ ബത്തേരി ടൗണിലൂടെയാണ് പോകുന്നത്. സൈഡിൽ ചെറിയ ചെറിയ ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെടിച്ചട്ടികൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. സ്ഥലമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതാണ് നുമ്മ ബത്തേരി. ഇവിടെയാണ് ഞങ്ങളുടെ ബത്തേരി ഒരു അടിപൊളി മാളുണ്ട്, മിന്റു മാള്. പിന്നെ അതാ ഏകദേശം നല്ല വലിയ വലിയ ഷോപ്പുകളൊക്കെ ഏകദേശം ഞങ്ങൾക്ക് വയനാട്ടിൽ അവൈലബിൾ ആയിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ഈ ബത്തേരി ടൗണിലാട്ടോ. കാരണം ബത്തേരി എന്ന് പറയുന്ന വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാടിന്റെ ഒരു സൈഡാണെങ്കിലും ഈ ബത്തേരി നിന്ന് കർണാടകയ്ക്കും തമിഴ്നാടിനും പോകാൻ പറ്റും. ഈ ബത്തേരി ടൗണിൽ ഏറ്റവും എളുപ്പമാണ്. അതായത് വയനാടിനെ അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്. അതായത് ഒന്ന് തമിഴ്നാടും കർണാടകയും. അത് ഇവിടുന്ന് ഈ ബത്തേരി നിന്നാട്ടോ ഏറ്റവും എളുപ്പം. അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. അതേപോലെ ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം വയനാടിന്റെ ഏത് ടൗണിൽ പോയാലും ഇത്ര ഡെവലപ്മെന്റ് കാണാൻ ചാൻസ് ഇല്ല. സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഏത് ടൗണിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ നിന്നും സുൽത്താൻ ബത്തേരിക്ക് ബസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മാനന്തവാടിനെ കഴിഞ്ഞും കൂടുതൽ ഏത് ടൗണിൽ നിന്നും സുൽത്താൻ ബത്തേരിക്ക് ബസ് ഉണ്ടാവാറുണ്ട്. അതായത് ഗൂഗിൾ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക, നമ്മളത് കാര്യം അങ്ങനെ കാര്യമില്ല. നമുക്കിനി വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാം. അപ്പം ഇവിടുന്ന് നമ്മളങ്ങനെ എന്നാലും വെറുതെ ഒന്ന് മാപ്പിട്ട് നോക്കിയതാണ്. കാരണം ചീരാലിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് തമിഴ്നാട് കൂടി ഇങ്ങനെ വരുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ബത്തേരിയുള്ള ബൈപ്പാസ് വഴി അല്ല 1 വേ വഴി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് അടിപൊളി ഇതാ കാണുന്ന എല്ലാ സെറ്റപ്പും, നല്ല നല്ല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, KFCന്റെ കടയും ബാക്കിയെല്ലാം. അച്ഛൻ നമുക്ക് വഴികാട്ടാൻ വേണ്ടി നിൽക്കുകയാണോ? അപ്പൊ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി. അവന്റെ അരവിന്ദ് ആദ്യമായിട്ട് ആ വണ്ടി ഓടിക്കുന്നതിന്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് അവന് ചെറിയ മിസ്സിങ് ഒക്കെ ഓഫായൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ ഹാപ്പിയാണ്. ഇവിടെയാണ് നേരത്തെ നമ്മളിട്ട് അങ്ങനെ റീലിന്റെ പള്ളിയുള്ളത്. ബത്തേരി അസംഷൻ ചർച്ചാണത്. ഇവിടെ വയനാട്ടിലെ ഏറ്റവും നല്ല വസ്ത്ര വ്യാപാര ശൃംഖലയും അല്ലെ അമ്മാരി സെറ്റപ്പ് ഒക്കെ സ്ഥലമാണ് സെഞ്ചുറി ഫാഷൻ സിറ്റി. അപ്പൊ കുറച്ചുകൂടി മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണുന്ന നമ്മുടെ ഈ ഫോൺ എടുത്തത് Vivo 40 Pro എടുത്തത് ഈ കാണുന്ന മൈജിയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഫോൺ കിട്ടിയത് കേട്ടോ. ഇവിടെ ആയിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. വണ്ടി നിർത്തി, അരവിന്ദ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഈ ചായക്കട ചായ കിട്ടിയാ 3 ചായ പറയുന്നുണ്ട്. അരവിന്ദ് അനിയത്തിനെ വിളിച്ചോണ്ടിരിക്കുക കേട്ടോ.
നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പിന്നെ ചായ കുടിച്ചു. മക്കു നിന്റെ ചായ ഇവിടെ അപ്പം ഇവിടെ എങ്ങനെയാണ്. അപ്പം ഇതാണ് ചായക്കട കേട്ടോ. ഇതെവിടെ മൂന്നാനക്കുഴി ഈ സ്ഥലം? മൂന്നാനക്കുഴി. ഇവിടെ കുഞ്ഞി പട്ടിയുണ്ട് കേട്ടോ. വിശന്നിരിക്കാന്ന് തോന്നണം. ഇവിടെയാണ് ഞങ്ങൾ ചായ കുടിക്കുന്ന സ്ഥലം. അമ്മേനെ വിളിക്കാണ് കേട്ടോ. വണ്ടി എടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിക്കുകയാണ്. അതെ, അടിപൊളി സ്ഥലമല്ലേടാ. അപ്പോൾ കാഴ്ച നമ്മളിപ്പോൾ ഇവിടുന്ന് പോവാണ്. ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ ഇത്ര ആയിട്ടുള്ളൂ. മക്കു പെട്ടെന്ന് ചായ കുടിച്ചു. ഭയങ്കര സ്പീഡാട്ടോ അവർ ചായ കുടിക്കാൻ. പോടാ. ഓ, ചൂട് കുടിക്കാൻ പാടില്ല. എന്താ കാരണമൊന്നുമില്ല, ഞാൻ സുഖമില്ലാത്ത കുട്ടിയാ. എന്ത് വന്നാലും അവനെ ലാസ്റ്റ് ഡയലോഗാണ്, ഞാൻ സുഖമില്ലാത്ത കുട്ടിയാണ്. ഇവരെ കണ്ടിട്ട് എന്തെങ്കിലും ആരോഗ്യക്കുറവ് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഡീസൻറ്റ്. ഇത് മസിൽ നോക്കിയേ, എൻ്റെ കൈ നോക്കിയേ, അവൻ്റെ കൈയാണ് കാണിച്ചത്. എന്നിട്ട് അവന് സുഖമില്ലാത്ത. നല്ല അടിപൊളി ചായ കേട്ടോ. മൂന്നാനക്കുഴിക്ക് അടുത്തുള്ള ഒരു പ്ലേസിലാണ് ചായക്കട. നൈറ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സമയം ഏകദേശം 8 മണി 8:30 ആയി. ആ ടൈമിൽ എന്താ പറയുക, ഇവിടുത്തെ കടകളൊക്കെ ഓപ്പൺ അല്ലേ? എടേ ആ പട്ടിക്കുഞ്ഞ കാണിച്ചടാ. അതന്നെ അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് നമ്മള് വീട്ടിലെത്തി. എങ്ങനെയുണ്ടോ വണ്ടി? എങ്ങനെയുണ്ട്? നീ ഓടിച്ച്? കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ചെറിയ പണിയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ അതൊക്കെ സെറ്റാക്കി എടുക്കണം. അപ്പൊ മക്കു അവന്റെ വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പം മുമ്പോട്ട് പോകുന്നതോറും എന്താ പറയാ, നോക്കടാ. അപ്പൊ ഗായ്സ്, അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. അരവിന്ദ് വല്ലും 220 മുതലാളിയായി. ഇനി ഇത് മുതൽ വർക്കൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ നടത്തും. ഞങ്ങളുടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും അങ്ങനെ പിടിച്ചു പോ, അങ്ങനെ പിടിച്ചു പോ, അങ്ങനെ പിടിച്ചു പോടാ. ഓക്കെടാ, ഓക്കെ. ആ